മുത്തങ്ങ സമരത്തെ മൊത്തത്തിൽ നമ്മൾ നോക്കിക്കാണുമ്പോഴും ഇപ്പം മുത്തങ്ങ അജിറ്റേഷനെതിരെയുള്ള പോലീസ് നടപടിയും അതിനെ തുടർന്നുണ്ടായ 21 വർഷക്കാലത്തെ കോടതി നടപടികളും ഇപ്പോൾ ഈ 31-ാം തീയതി പുറത്തു വന്ന വിധിയും നമ്മുടെ മുന്നിൽ വെച്ച് പരിശോധിക്കുമ്പോൾ ഇത് മുത്തങ്ങ സമരം എന്തിനു വേണ്ടിയാണ് ആദിവാസികൾ നടത്തിയത് എന്നതും ആ സമരമുയർത്തിയ അടിസ്ഥാനപരമായ അവരുടെ മുദ്രാവാക്യവും മറന്നുകൊണ്ടാണ് മുത്തങ്ങ വിഷയം ഇപ്പോൾ ഒരു അപ്രധാനമായ വാർത്തയായി ആ സമരം നയിച്ചവർ കുറ്റവാളികളാക്കപ്പെടുകയും അവർ പോലീസിനെതിരെയും വനവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും അക്രമത്തിന് ഗൂഢാലോചന നടത്തി എന്ന ദുർബലമായ ആരോപണങ്ങൾ വെച്ചുകൊണ്ടുള്ളൊരു കേസിൽ ആ സമരം നയിച്ച മുഖ്യ നേതാവായിട്ടുള്ള കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന ദളിത് ആദിവാസി സമരങ്ങളുടെ മുൻനിര നായകനായ ഒരു അംബേദ്കറൈറ്റായ ഗീതാനന്ദനെ പോലുള്ള ഒരാളും സഹപ്രവർത്തകരും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നു. അപ്പോൾ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഗീതാനന്ദനെ പോലുള്ളൊരു വളരെ സ്വീകാര്യനായിട്ടുള്ള വളരെ സമർപ്പിതമായ പൊതുപ്രവർത്തനവും അതേപോലെയുള്ള ദളിത് ആദിവാസി വിമോചനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി ഇങ്ങനെ കുറ്റം ആരോപിച്ച് ജയിലിലടയ്ക്കപ്പെടുമ്പോൾ, കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലാകുമ്പോൾ അതിൻ്റെ ഒരു ധാർമ്മികതയെക്കുറിച്ച്, അങ്ങനെ ജയിലിൽ കിടക്കേണ്ട ഒരാളാണോ ഗീതാനന്ദനെ പോലുള്ളൊരു പൊതുപ്രവർത്തകൻ, ഒരു ദളിത് ആദിവാസി നേതാവ് എന്ന നിലയിലുള്ള ഒരു ധാർമ്മികമായ ഒരു പ്രശ്നമുയർത്താൻ കേരളത്തിൻ്റെ പൊതുബോധം തയ്യാറാകുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്കത് പ്രശ്നമല്ല. അവിടെ ഒരു പ്രശ്നം ആദിവാസികൾ എന്തോ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. ആദിവാസികൾ അവർക്ക് വേണ്ടി ഭൂമി ചോദിച്ചാൽ, അവർക്ക് നിഷേധിക്കപ്പെടുന്ന ഭൂമി അവർ വേണമെന്ന് അവകാശപ്പെട്ടാൽ, അവരുടെ റൈറ്റ്സ് ചോദിച്ചാൽ അതൊരു ക്രൈമായിട്ടെടുക്കുന്ന ഒരു ജാതി മനോഭാവത്തിന് യാതൊരു മാറ്റവും വന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, ചരിത്രത്തിൽ ആദിവാസികളിൽപ്പെട്ടൊരു വലിയ വിഭാഗത്തെ ഒരു കാലത്ത് ജാതി വ്യവസ്ഥ ക്രിമിനൽ ട്രൈബ്സ് എന്ന് വിളിച്ചവരായിരുന്നു. അതായത് ആദിവാസികൾ ജീവിക്കണമെങ്കിൽ അവർ ക്രൈം ചെയ്യണം. അതുകൊണ്ടാണ് നമ്മുടെ സാമൂഹ്യഘടനയ്ക്കകത്ത് അൺടച്ചബിൾസ് കഴിഞ്ഞാൽ ട്രൈബൽസ് എന്ന കാറ്റഗറിയിൽ ഒരു വിഭാഗം ക്രിമിനൽ ട്രൈബ്സ് ആയിരുന്നു. ഡോക്ടർ അംബേദ്കർ ചോദിക്കുന്നുണ്ട്, ഒരു വിഭാഗം ഉപജീവനത്തിന് വേണ്ടി ക്രൈം തന്നെ തിരഞ്ഞെടുക്കണം എന്ന് വിധിക്കുന്നൊരു സാമൂഹ്യ വ്യവസ്ഥയുടെ പേര് വെദർ ഇറ്റ് ഈസ് സിവിലൈസേഷൻ ഓർ ഫെലനി എന്നാണ്. ഇതൊരു സംസ്കാരമല്ല, അതിനേക്കാൾ വലിയ മനുഷ്യവിരുദ്ധമായ ഒരു ഭ്രാന്താണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഏത് സന്ദർഭത്തിലും നമുക്ക് ഈ സമയത്ത് എന്തുകൊണ്ട് ഇതൊരു ക്രൈമായി ട്രീറ്റ് ചെയ്യപ്പെടുന്നു എന്നതിന് നമുക്കൊരു ഉദാഹരണം അട്ടപ്പാടിയിലെ മധുവിൻ്റെ കാര്യമാണ്. മധു എങ്ങനെ പട്ടിണി കിടന്നു എന്നതും മധുവിനെപ്പോലുള്ള ആൾക്കാർ എങ്ങനെ പട്ടിണി കിടന്ന് ത്യാഗം അനുഭവിക്കുന്നു എന്നുള്ളതിന് ഉത്തരവാദികളാരാണ്? ആദിവാസികൾ സ്വസ്ഥമായി വനങ്ങളിൽ ജീവിച്ചവരാണ്. അവർക്ക് ഉപജീവനത്തിന് വനത്തിൻ്റെ വിഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. മറ്റുള്ളവർ കുടിയേറ്റക്കാരായി ചെന്ന് അവരുടെ അധിവാസ ഭൂമിയെ അപഹരിക്കുകയും അവർക്ക് വിഭവങ്ങൾ നിഷേധിക്കുകയും ചെയ്തെടുത്താണ് ആദിവാസികളുടെ പട്ടിണി ആരംഭിക്കുന്നത്. അപ്പോൾ ആദിവാസികൾ അനുഭവിക്കുന്ന ഈ പട്ടിണിക്കും ഇതുപോലുള്ള മാർജിനലൈസേഷൻ്റെ ഉത്തരവാദികൾ ഇവിടുത്തെ ആദിവാസേതര സമൂഹങ്ങളാണെന്നിരിക്കെ ആഹാരത്തിന് വേണ്ടി അല്പം ഭക്ഷണം മോഷ്ടിച്ച മധുവിനെ എങ്ങനെയാണ് അട്ടപ്പാടിയിലെ ജനങ്ങൾ കൈകാര്യം ചെയ്തത്? ദാറ്റ് മീൻസ് തല്ലിക്കൊന്നവർ. ആ വിഷയത്തിൽ പോലും കേരളത്തിൽ ശക്തമായ ഒരു ഒരു വീണ്ടുവിചാരമോ ആ നിലയ്ക്ക് മധുവിൻ്റെ കോസിന് അനുകൂലമായി നിൽക്കുന്ന ഒരു നിലപാടുകളോ കേരളത്തിലെ പൊതുബോധത്തിൽ നിന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ആഹാരം മോഷ്ടിക്കുന്ന നിവൃത്തിയില്ലാത്ത മധുവിനെ ക്രിമിനലായി ചിത്രീകരിച്ച് തല്ലിക്കൊന്ന അതേ സാമൂഹ്യ മനഃശാസ്ത്രമാണ് മുത്തങ്ങ വിഷയത്തിൽ ഇപ്പോൾ ജയിലിലാക്കപ്പെട്ടവരുടെ വിഷയത്തിലും. അതേപോലെ ആ മുത്തങ്ങ സമരത്തിൻ്റെ ഭാഗമായി പോലീസ് നടപടിയിൽ വേട്ടയാടപ്പെട്ട നൂറുകണക്കിന് മനുഷ്യരുണ്ട്. കുട്ടികൾ, സ്ത്രീകൾ, മർദ്ദനമേറ്റ മനുഷ്യർ, അംഗവൈകല്യം സംഭവിച്ചവർ പലരും മരിച്ചുപോയി. നമുക്കറിയാമല്ലോ, കേസിൽ തന്നെ പെട്ട 15ഓളം പേര് മരിച്ചിട്ടുണ്ട്. ഏതാണ്ട് മറ്റൊരു 10-30ഓളം പേര് ഈ 23 വർഷത്തിനിടയിൽ രോഗം പിടിച്ച് മരിച്ചവരുണ്ട്. ചിലരെ അപ്രത്യക്ഷരായിട്ടുണ്ട്, കാണാനില്ല. ഈ വിഷയങ്ങളൊന്നും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായി മാറിയിട്ടില്ല. ദാറ്റ് മീൻസ് ആദിവാസികളെ കേരള സമൂഹത്തിൽ മറ്റു മനുഷ്യർക്കൊപ്പം തുല്യമായ അന്തസ്സും തുല്യമായ അവകാശങ്ങളും നീതിക്കും അർഹരായ ഒരു സമൂഹമായി പരിഗണിക്കാൻ നമ്മുടെ കേരളത്തിൻ്റെ ജാതിബോധം, ആദിവാസി വിരുദ്ധമായ വംശീയബോധം ഇപ്പോഴും അനുവദിക്കുന്നില്ല എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. 2003 തന്നെ മുത്തങ്ങ ഇൻസിഡൻറ്റിന് ശേഷം 2003 ഫെബ്രുവരി 19-ാം തീയതി ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നു. ആ സമയത്ത് തന്നെ മാസം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് ഇത് മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിലെത്തുകയും അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ നിർമ്മല പാണ്ഡെ
സംഭവസ്ഥലം സന്ദർശിക്കുകയും അവർ കൃത്യമായ ചില ഡയറക്ഷൻസ് മുന്നോട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് അവിടെ ആദിവാസികൾക്കെതിരെ കടുത്ത അനീതിയും അതേപോലെ ബലപ്രയോഗവും ഉണ്ടായിട്ടുണ്ട്. വലിയ നിലയ്ക്കുള്ള ബലപ്രയോഗം അതേപോലെയുള്ള മർദ്ദനം ഉണ്ടായിട്ടുണ്ട്. ആ മർദ്ദനത്തെക്കുറിച്ച് പോലീസ് ആദിവാസികൾക്കെതിരെ നിരായുധരായിരുന്നു ആദിവാസികൾ. അവരൊരു വയലൻസ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളവരല്ല. ഏതെങ്കിലും പൊതുജീവിതത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടില്ല. കാരണം റിസർവ്ഡ് ഫോറസ്റ്റിൽ ഒരു സമരം നടത്തുക എന്ന് പറഞ്ഞാൽ ജനറൽ പബ്ലിക്കിന് യാതൊരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാക്കാത്ത ഒരു സമരമാണ്. ആ ഫോറസ്റ്റിലാകട്ടെ അവർ സമരം എന്ന് പറയുന്ന ഒരു സമര ജീവിതമായിരുന്നു. അവർ ആ വനത്തിൽ 47 ദിവസം ആ സമരം നടക്കുമ്പോൾ നമ്മൾ കാണുന്നത് വനവിഭവങ്ങൾ ശേഖരിക്കുകയും അവിടെ കൃഷി ചെയ്യാൻ പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഒരു നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല. അത് ആദിവാസികൾ ഒരു സാംസ്കാരികമായി തന്നെ വനത്തെ സംരക്ഷിക്കുന്നത് പോലെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സമരമായിരുന്നു അത്. അവരുടെ പ്രശ്നത്തെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിലേക്കും ഭരണകൂടത്തിന് മുമ്പിലേക്കും ഉന്നയിക്കാൻ വേണ്ടി നടത്തിയ ഒരു സമരം മാത്രമാണ്. അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാത്തൊരു ഭരണകൂടത്തോട് അവരുടെ ധാർമ്മികതയെ ഉണർത്താൻ വേണ്ടിയുള്ള ഒരു ധാർമ്മിക സമരം മാത്രമാണ് നടത്തിയത്. ഒരു പ്രൊവോക്കേഷനും ഇല്ലാതെ ഒരു പോലീസ് ആക്ഷൻ അവിടെ ആവശ്യമുണ്ടായിരുന്നില്ല. പോലീസ് ആക്ഷൻ വരുന്നത് എപ്പോഴാണ്? ആ നിലയ്ക്ക് അതൊരു വയലൻസ് ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ആദിവാസികൾ ക്രിയേറ്റ് ചെയ്തില്ല. 800ഓളം വരുന്ന ആദിവാസികൾ വന്ന് അവർ തമ്പടിച്ച് സമരം ചെയ്യുമ്പോൾ. പക്ഷേ പോലീസ് ഈ പറയുന്ന 19-ാം തീയതി തിരഞ്ഞെടുത്ത് കണ്ണൂരിൽ നിന്ന് അറിയാമല്ലോ 800-ലധികം ആംഡ് പോലീസ് ആണ് പ്രത്യേകമായി എവിടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത്? മുത്തങ്ങ ഫോറസ്റ്റിലേക്ക്. യാതൊരു വിധമായ മുന്നറിയിപ്പുമില്ല. സാധാരണഗതിയിൽ ഒരു ലാത്തിച്ചാർജ് നടത്തുമ്പോൾ, ഒരു പോലീസ് ആക്ഷൻ നടത്തുമ്പോൾ നമുക്കറിയാം വലിയ ബാരിക്കേഡുകളൊക്കെ ആയിട്ട് ജന്തർ മന്ദർ സമരം നടക്കുമ്പോഴാണെങ്കിലും മറ്റ് സ്ഥലത്താണെങ്കിലും പോലീസ് മുന്നറിയിപ്പ് കൊടുക്കുന്നു, അവരെങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു, അല്ലെങ്കിൽ അവരോട് ഡയലോഗ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ളൊരു യാതൊരു ഡയലോഗും നടത്താതെ വളരെ വേഗം അവർ അക്രമം അഴിച്ചുവിടുകയാണ് ചെയ്തത്. അപ്പോൾ ആ അക്രമത്തിൽ ഒരുപാട് ആദിവാസികൾ ക്രൂരമായി മർദ്ദനമേറ്റു എന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ കണ്ടെത്തിയത്. അവരുടെ ഒരു ഫൈൻഡിങ് എന്ന് പറയുന്നത് ഒരുപാട് ആദിവാസികളായ സ്ത്രീകൾ ലൈംഗികമായ പീഡനത്തിന് വിധേയരായി. പോലീസും വനപാലകരും ഒരുപാട് ആദിവാസി സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. ഇത് പുറത്തു വന്നിട്ടില്ല. ഇത് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടിൽ അവർ റെഫർ ചെയ്തിരുന്നു. സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടു, അതേപോലെ ഒട്ടനവധി മനുഷ്യർ ഇതേപോലെ ആക്രമിക്കപ്പെട്ടു, കുട്ടികളടക്കം ആക്രമിക്കപ്പെട്ടു, അവർ വൈകല്യം സംഭവിച്ചു. അതുകൊണ്ട് ഇത് കൃത്യമായി പ്രത്യേകമായി അന്വേഷിക്കണമെന്ന് ശുപാർശ ചെയ്യുകയും ഒപ്പം ഒരു കാര്യം കൂടെ നിർമ്മല ഇവർ പറയുന്നുണ്ട്. അത് നിർമ്മല പാണ്ഡെ അവർ പറഞ്ഞ ഒരു കാര്യം, ഈ ഏറ്റവും ചുരുങ്ങിയത് 200 പേരെങ്കിലും ക്രൂരമായി വിക്ടിമൈസ് ചെയ്യപ്പെട്ടവരാണ്. അവർക്ക് കൃത്യമായ കോമ്പൻസേഷൻ കൊടുക്കണം എന്ന് ഗവൺമെൻറ്റിനോട് ശുപാർശ ചെയ്തു. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ ഭരണകൂടങ്ങൾ ചെവിക്കൊണ്ടില്ല. അതെല്ലാം സപ്രസ് ചെയ്ത് വെച്ചുകൊണ്ടാണ് മുത്തങ്ങ കേസ് മുന്നോട്ട് പോകുന്നത്. വിനോദ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആദിവാസികൾ ആക്രമിക്കപ്പെട്ട് മരിച്ചു. ഇത് മൊത്തത്തിൽ ലാത്തിച്ചാർജ് നടക്കുന്നു. പോലീസ് അങ്ങോട്ട് നടത്തിയ ഒരു ഏകപക്ഷീയമായ അക്രമമാണ്. ആ അക്രമത്തിൻ്റെ ഇടയിൽ ഒരു പോലീസുകാരൻ മരിക്കുക എന്ന് പറയുമ്പോൾ അത് ഡെലിബറേറ്റ് ആയിട്ട് ആദിവാസികൾ ചെയ്തൊരു കാര്യമല്ല. അങ്ങനെ അവർക്ക് ആക്രമിക്കണമായിരുന്നില്ല. ആദിവാസികൾ ഒരു പോലീസ് സ്റ്റേഷനാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇത് അവരുടെ സമരഭൂമിയിൽ ചെന്ന് നടത്തിയ വയലൻസാണ്. എന്തായാലും അതിനിടയിൽ വിനോദ് എന്ന് പറയുന്ന പോലീസുകാരൻ കൊല ചെയ്യപ്പെടുന്നു. ഏതാണ്ട് അതേ 100 മീറ്റർ വ്യത്യാസത്തിലാണ് ജോഗി എന്ന് പറയുന്ന ഈ ആദിവാസി സമര നേതാവ് അവിടെ വെടിയേറ്റ് മരിക്കുന്നത്. ഈ വിഷയത്തിന്മേൽ സ്വാഭാവികമായിട്ടും ഒരു അന്വേഷണം, ആദ്യം ലോക്കൽ പോലീസ്, പിന്നീട് ക്രൈംബ്രാഞ്ച്, ഒടുവിൽ CBIയിലേക്കാണ് കേസുകൾ കൈമാറ്റപ്പെട്ടു പോകുന്നത്. ഇങ്ങനെ CBI അന്വേഷിക്കുമ്പം വരെ ജോഗിയുടെ വിഷയത്തിന്മേൽ മാത്രം എന്തുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം? ആരാണ് ജോഗിയെ വെടിവെച്ചത്? അങ്ങനെ വെടിവെക്കേണ്ട ഒരു പ്രൊവോക്കേഷൻ അവിടെ എന്തായിരുന്നു? അതിനാരാണ് ഉത്തരവ് കൊടുത്തത്? ഈ വിഷയങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഏത് പോലീസ് ഓഫീസർ വെടിവെച്ചു എന്നതും എന്തായിരുന്നു ഈ സിറ്റുവേഷൻ അവിടെ പരിശോധിക്കപ്പെട്ടില്ല. 1. 2, വിനോദിൻ്റെ കൊലപാതകം ഒരു പോലീസുകാരൻ്റെ കൊലപാതകം മാത്രമാണ്. പോലീസുകാർക്കും വനപാലകർക്കുമെതിരെയുള്ള ബലപ്രയോഗവും ആദിവാസികൾ എന്തോ വലിയ അക്രമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൊത്തം കേസന്വേഷണം മുന്നോട്ട് പോയത്. ഇതിൽ CBIയുടെ മാത്രം ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ CBIയെ മാത്രം നമുക്ക് വിമർശിക്കാൻ പറ്റില്ല. കാരണം CBI ഗവൺമെൻറ് ആവശ്യപ്പെട്ട പ്രകാരം അന്വേഷണം ഏറ്റെടുത്തൊരു ഏജൻസിയാണ്. CBIയുടെ അന്വേഷണത്തിന് ടേംസ് ഓഫ് റെഫറൻസ്, എന്തെല്ലാം അന്വേഷിക്കണം, ഏതെല്ലാം കേസുകൾ അന്വേഷിക്കണം എന്ന് വളരെ കൃത്യമായി ഡിറ്റേഷൻ കൊടുക്കേണ്ടിയിരുന്നത്, ടേംസ് ഓഫ് റെഫറൻസ് നിശ്ചയിച്ച് കൊടുക്കേണ്ടിയിരുന്നത് കേരള ഗവൺമെൻറ് ആയിരുന്നു, പ്രോസിക്യൂഷൻ ഗവൺമെൻറ് ആയിരുന്നു. ആ നിലയ്ക്ക് ഗവൺമെൻറ് ജോഗിയുടെ വിഷയത്തിന്മേൽ അത് ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെടുത്തിയില്ല. വിനോദിൻ്റെയും ആദിവാസികൾ ക്രൈം പ്രവർത്തിച്ചു എന്ന് പറയുന്നൊരു കാര്യം മാത്രമാണ് CBI ഏകപക്ഷീയമായി അന്വേഷിച്ചത്. അതുകൊണ്ട് ജോഗിയുടെ വിഷയത്തിന്മേൽ ഒരു FIR തയ്യാറാക്കിയപ്പോൾ ആ FIR പോലും നീതിയുക്തമായിരുന്നില്ല. അതിനകത്ത്
അസ്വാഭാവിക മരണമെന്നാണ്. പോലീസ് വെടിവെച്ച് യോഗിയുടെ ബന്ധുക്കളും സഹപ്രവർത്തകരും മരിച്ചു വീണ യോഗിയുടെ മരണം അസ്വാഭാവിക മരണം എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ FIR-നപ്പുറത്തേക്ക് അത് പോയില്ല. ആ FIR സബ്മിറ്റ് ചെയ്തെങ്കിലും കോടതിയുടെ മുമ്പിൽ ഒരു കുറ്റപത്രം, യോഗിയുടെ കൊലപാതകത്തിന്മേൽ ഒരു കുറ്റപത്രം പിന്നീട് ഒരിക്കൽ പോലും കോടതിയുടെ മുമ്പ് ഹാജരാക്കപ്പെട്ടതുമില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര വലിയൊരു പോലീസ് ഒരു നെഗ്ലിജൻസിൻ്റെ ബലിയാട് കൂടിയാണ് യോഗി എന്ന് നമുക്ക് പറയാൻ കഴിയും. ജുഡീഷ്യറി അല്ലെങ്കിൽ നമ്മുടെ കോടതി ആരുടെ പക്ഷത്താണ് നിലകൊള്ളേണ്ടത്? ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള, യാതൊരു നിർവാഹവുമില്ലാത്ത ആദിവാസികളുടെ പക്ഷം നിൽക്കാനുള്ള ബാധ്യത നമ്മുടെ നിയമത്തിനുണ്ട്. നിയമം പ്രവർത്തിക്കേണ്ടത് പാവപ്പെട്ടവന് വേണ്ടിയാണ്, പണക്കാരന് വേണ്ടിയാണ്. അക്സസ് ഇല്ലാത്ത, നിയമത്തിൻ്റെ അവകാശങ്ങളെ സ്ഥാപിച്ചെടുക്കാൻ അക്സസ് പോലും ഇല്ലാത്തവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണമെന്നുള്ളതാണ് ഒരു ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ CBI കേസിൽ പ്രതികളാക്കപ്പെട്ട 19ഓളം പ്രതികൾ ആദിവാസികൾ, അവരോരോ അവധിക്കും 10-80 പേര് ആദിവാസികൾ ഒരു സംഘടിത ജീവിതം നയിക്കുന്നവരല്ല, മറ്റേതെങ്കിലും വിഭാഗത്തെ പോലെ ഓർഗനൈസ്ഡ് അല്ല, അവർക്ക് ജീവിക്കാൻ സംവിധാനങ്ങളില്ല. അത്തരത്തിൽ വളരെയധികം ഡിസോർഗനൈസ്ഡായിട്ട് സ്കാറ്റേഡായിട്ട് കിടക്കുന്ന ഒരു ജനത, അവരെ തേടിപ്പിടിച്ച് ഓരോ വൃദ്ധരെയും, പ്രായമുള്ളവർ പ്രതികളാക്ക, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഈ 80 പ്രതികൾ ഏതെങ്കിലുമൊക്കെ ഊരുകളിൽ എങ്ങനെയും ജീവിക്കുന്നവരാണ്. ഓരോ അവധി സമയത്തും അവരെ CBI കോടതിയിൽ എത്തിക്കാൻ വേണ്ടി വളരെ വലിയ ത്യാഗമാണ് ഗീതാനന്ദൻ ഉൾപ്പെടെയുള്ള ആദിവാസി നേതാക്കൾ കഷ്ടപ്പെട്ടത്. വണ്ടിക്കൂലിയുടെ പ്രശ്നം, 19 പേരെ എറണാകുളത്തേക്ക് എത്തുമ്പോൾ അവരുടെ ആഹാരം, അവരുടെ വണ്ടിക്കൂലി, രണ്ടാമത് കേസിന് പോയിട്ട് തിരിച്ചു വരുന്നിടം വരെ അവരുടെ വീട്ടിൽ കുട്ടികൾക്ക് ആഹാരം, അവിടെ അന്നം മുടങ്ങുകയാണ്. ഇത്തരം ഒരു വലിയ ക്രൈസിസിനകത്ത് നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ കേസ് നടത്തിപ്പിന് അവർ അഭിമുഖീകരിച്ചത് തന്നെ ഏറ്റവും വലിയൊരു പണിഷ്മെൻറ്റാണ്. ഉയർത്തിയ സമരത്തിൻ്റെ പേരിൽ ഒരു പണിഷ്മെൻറ്റ് പോലെയാണ് അത് വന്നത്. സർക്കാർ അതിന് യാതൊരു ഈടും ചെയ്തില്ല ഈ കേസ് നടത്തിപ്പിന്. അത് യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വിക്ടിംസിനെ സപ്പോർട്ട് ചെയ്യാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്, ആ ബാധ്യത നിറവേറ്റിയില്ല. അപ്പോൾ ഗീതാനന്ദനെ പോലുള്ളൊരു മനുഷ്യൻ, ഗീതാനന്ദനും ജാനുവും അതുപോലുള്ള ആദിവാസി സ്നേഹികളും പലപ്പോഴും കഷ്ടപ്പെട്ടും പട്ടിണി കിടന്നുമാണ് അവർ എറണാകുളത്ത് വന്ന് കേസ് നടത്തിയത്. 2016 ശേഷം മാത്രമാണ് ആ കേസ് കൽപ്പറ്റയിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ ശരിക്കും ഈ കേസ് നടത്തിപ്പിൻ്റെ ഇടയിൽ തന്നെ ഇപ്പം അറിയാമല്ലോ, 15ഓളം ആദിവാസികൾ പ്രതികളാക്കപ്പെട്ടവർ ഈ കേസിൻ്റെ 21 വർഷക്കാലത്തെ ട്രയലിനിടയിൽ മരിച്ചു പോയിട്ടുണ്ട്. അവരിൽ തന്നെ 10ഓളം പേര് പോലീസിൻ്റെ രൂക്ഷമായ അതിക്രമത്തിന് വിധേയരായ, ശാരീരിക ക്ലേശം അനുഭവിച്ചവരായിരുന്നു. അവരാണ് ഈ കേസ് നടത്തിപ്പുമായിട്ട് ഇങ്ങനെ നടന്ന് അവസാനം വഴിയാധാരമാകുന്നത്. അപ്പോൾ വലിയ ഒരു വെല്ലുവിളിയായിരുന്നു ഇത്. കേരളത്തിൻ്റെ പൊതുമണ്ഡലം ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല, ഒരു ഏജൻസികളും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ പട്ടിണി കിടന്നും വലിയ ഒരു ദുരിതം അനുഭവിച്ചുള്ള വലിയ ഒരു ത്യാഗമാണ് ഈ 23 വർഷക്കാലവും ഈ പ്രതികളാക്കപ്പെട്ടവരും അവരെ സഹായിച്ചവരുമായിട്ടുള്ള, പ്രത്യേകിച്ചും ഗീതാനന്ദൻ്റെ ലൈഫ് തന്നെ. അദ്ദേഹം കുടുംബം നോക്കാതെ, കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണൂർ ജയിലിൽ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ അശ്വിനി കൂടെ ഉണ്ടായിരുന്നു. ആ മകളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കൺസേൺ എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട അട്ടപ്പാടിയിലെയോ അഗളിയിലെയോ വയനാട്ടിലെയോ ആദിവാസികൾ, അവരുടെ കുട്ടികൾ, അവരുടെ വിദ്യാഭ്യാസം, ഇങ്ങനെയായിരുന്നു. അപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു നീണ്ട കാലഘട്ടം തന്നെ ഈ 23 വർഷവും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ നിലയിലുള്ള ത്യാഗം, ദുരിതം അനുഭവിച്ച ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. യോഗിയുടെ മകൻ്റെ തന്നെ ഒരു അഭിപ്രായം നോക്കുക. കഴിഞ്ഞ ദിവസം ഗീതാനന്ദനെ കാണാനും അതേപോലെ ജയിലിൽ കഴിയുന്ന രമേശിനെയും അനിലിനെയും ബിനുവിനെയും കാണാൻ യോഗിയുടെ മകൻ ശിവൻ വന്നിരുന്നു. ഒപ്പം ഈ രമേശിൻ്റെ ഭാര്യ, അതേപോലെ അനിലിൻ്റെ ഭാര്യയൊക്കെ അവിടെ വന്നിരുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കേസിനെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുകയാണ്. 23 വർഷക്കാലം അവരനുഭവിച്ച ത്യാഗങ്ങൾ, സമരം നടത്തിയതിൻ്റെ പേരിൽ അവരനുഭവിച്ച ശാരീരിക ക്ലേശങ്ങൾ, രമേശിൻ്റെ ഭാര്യയുടെ കൈ തല്ലി ഒടിച്ച് 3 കഷ്ണങ്ങളായി, എന്നിട്ട് അങ്ങനെ തുന്നിക്കെട്ടി റിപ്പയർ ചെയ്തൊരു കൈയാണ്. വീട്ടുവേല ചെയ്യാൻ പോലും കരം ഉയർത്താൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ സമരത്തിൻ്റെ ഒരു ബാക്കി പത്രമായി ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ടാണ് ആ സ്ത്രീ ജീവിക്കുന്നത്. ഈ മകൾ രേഷ്മ പറയുകയായിരുന്നു, ആ കുട്ടിയുടെ ബാല്യത്തിലാണ് ഈ ഭീകരമായ ദൃശ്യം കാണുന്നത്. ഒരു ഹൊറർ സിനിമയിൽ എങ്ങനെയാണോ വയലൻസ് ചിത്രീകരിക്കുന്നത്, അതുപോലെയാണ് അവരുടെ കൺമുന്നിൽ അവരുടെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും പോലീസ് ഭീകരമായി വേട്ടയാടുന്നത് അവർ കണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം കടുത്ത നിരാശയാണ്. അവർ ജുഡീഷ്യറിയിൽ നിന്ന് പ്രതീക്ഷിച്ചത് നീതി കിട്ടുമെന്നാണ്. അറ്റ്ലീസ്റ്റ് യോഗിയുടെ മരണത്തിന് ഉത്തരവാദിയായവർക്കെതിരെ ശിക്ഷയുണ്ടാകും, അല്ലെ അതിനെക്കുറിച്ച്, ആ ശിക്ഷയെന്നല്ല, യോഗിക്ക് നീതി ലഭിക്കും, അതിനെക്കുറിച്ച് പരാമർശമെങ്കിലും ആ വിധിയിലുണ്ടാകും എന്നവർ. രണ്ടാമത് അവർ ഉയർത്തിയ ഭൂമി പ്രശ്നം, ഇപ്പോഴും അവർക്ക് ഭൂമിയില്ല.
ഭൂമി ലഭിച്ചിട്ടില്ല. ആ വിഷയത്തിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യായമായ അഭിപ്രായങ്ങളെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഈ കോടതി വിധി ആദിവാസി സമൂഹത്തിലുണ്ടാക്കിയിരുന്നൊരു ഫീലിംഗ് എന്ന് പറയുന്നത് കടുത്ത നിരാശയാണ്. വിധി തികച്ചും ഏകപക്ഷീയമാണ്, അങ്ങേയറ്റം വിവേചനമാണ് ഈ വിധി അവരോട് കാണിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഫീലിംഗാണ് ആദിവാസികൾക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ വിധി അവരുടെ മനസ്സ് പൊതുവേ വ്രണിതഹൃദയരായ, പൊതുവേ പീഡിതരായി കഴിയുന്ന ആദിവാസികൾക്ക് കുറച്ചുകൂടെ വലിയ മാരകമായ ക്ഷതങ്ങളും മനോവേദനയും കൊടുക്കുന്ന ഒരു വിധിയായിട്ടാണ് ഇത് മാറിയത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യോഗി ഒരു ആദിവാസിയാണ്. ആദിവാസികൾക്ക് വേണ്ടിയുള്ള, അവരുടെ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ സമരമുഖത്താണ് യോഗി രക്തസാക്ഷിയാകുന്നത്. ആദിവാസികളുടെ പ്രശ്നങ്ങളോടും ആദിവാസികൾ ഉയർത്തുന്ന സമരങ്ങളോടും ആദിവാസി ജീവിതത്തോടും നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം, അത് രാഷ്ട്രീയമാകാം, പൊതു സാംസ്കാരിക മണ്ഡലമാകാം, മാധ്യമങ്ങളാകാം, കേരളത്തിൻ്റെ മൊത്തം പൊതുവെയുള്ള അക്കാദമിക്സ് ആകാം, ഇതൊക്കെയും പുലർത്തുന്ന ഒരു വംശീയമായ മനോഭാവത്തിന് മാറ്റം വന്നിട്ടില്ല. ഇപ്പം ഇവിടെ പറഞ്ഞതുപോലെ UDF ഭരിക്കുമ്പോഴാണ് ഇതുണ്ടായത്. എന്നാലോചിച്ച് നോക്കണം. ഈ UDF തന്നെയാണല്ലോ മുത്തങ്ങ സമരം എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, ആൻ്റണി സർക്കാർ 2001 ആദിവാസികളുമായി ഏർപ്പെട്ട കരാറാണ്. CK ജാനുവും അതുപോലെ ഗീതാനന്ദനും നയിച്ച കുടികെട്ടി സമരമുണ്ടായിരുന്നു 2001 സെക്രട്ടേറിയറ്റിന് മുമ്പിൽ. ആ കുടിൽകെട്ടി സമരം ഏതാണ്ട് 40-50 ദിവസം നീണ്ടുന്ന സമരമാണ്. ആ സമരത്തിൻ്റെ ഒടുവിലാണ് AK ആൻ്റണി അവരുമായിട്ട് കരാറിലേർപ്പെടുന്നത്. അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കിട്ടണമെന്നായിരുന്നു. പുതിയ ഏതെങ്കിലും അധിക ഭൂമിയല്ല ചോദിച്ചേ. അരനൂറ്റാണ്ട് മുമ്പാണ് കേരളത്തിൽ 1975 ആദിവാസികളുടെ നഷ്ടപ്പെട്ട ഭൂമി വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള എലിനേറ്റഡ് ലാൻഡ് റീസ്റ്റോറേഷൻ ആക്ട് ഐക്യകണ്ഠേന പാസ്സാക്കിയ ഒരു നാടാണ് കേരളം. 1975 ആ 75 പാസ്സാക്കിയ നിയമം പിന്നീട് നയനാറുടെ കാലത്ത് ഏതാണ്ട് 99 അട്ടിമറിക്കുമ്പോൾ അത് പകരം ഭൂമി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് കേരള നിയമസഭയിൽ ഭേദഗതി ചർച്ച വന്നപ്പോൾ ഒരുപക്ഷെ KR ഗൗരിയമ്മ മാത്രമാണ് അതിനെ എതിർക്കാനുണ്ട്. ആദിവാസികൾക്ക് ശബ്ദിക്കാൻ കേരള നിയമസഭയിൽ KR ഗൗരിയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ തുടർച്ചയായിട്ടാണ് ആദിവാസികൾ നിരന്തരമായ സമരം നടത്തുന്നത്. കുടിൽകെട്ടി സമരം പോലുള്ള സമരങ്ങൾ നടത്തുന്നത്. ആ കരാർ പാലിച്ചില്ല. 1 വർഷക്കാലം അവർ കാത്തിരുന്നു. ആ കരാർ പാലിക്കാതെ വന്നപ്പോൾ അതിനെതിരെ ആണ് മുത്തങ്ങ സമരം വാക്കുപാലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആരംഭിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ നടത്തിയൊരു സമരം, അവരുണ്ടാക്കിയ കരാർ പാലിക്കാത്തപ്പോൾ നടത്തിയൊരു സമരമാണ്. പക്ഷേ എന്താ സംഭവിച്ചത്? യാതൊരു ന്യായവുമില്ലാതെ അന്നത്തെ ഫോറസ്റ്റ് വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ പോലീസ് ആഭ്യന്തരത്തെക്കാൾ ആദിവാസികൾ അടിച്ചോടിക്കണമെന്ന് തീരുമാനിച്ചതിനകത്ത് വനം വകുപ്പ് അതിന് ഉത്തരവാദിത്തപ്പെട്ട റോൾ എടുത്തു. പിന്നീട് ആഭ്യന്തരവും കൂടി ചേർന്നു ഈ തരത്തിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾ നോക്കുക, ഇത്ര വർഷം 23 വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു UDF ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഈ UDF ഗവൺമെൻറ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്? അതിൻ്റെ പല ഫാക്ടറുകളിൽ ഒന്ന് എന്ന് പറയുന്നത്, ഈ സമരം നയിച്ച സമര നേതാവായ CK ജാനു, ആ CK ജാനു രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയായ JRP, ആ JRP എന്ന പാർട്ടിയും ആദിവാസികളും ജാനുവിൻ്റെ നേതൃത്വത്തിൽ UDFന് പിന്തുണ കൊടുക്കുകയും അങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിലുള്ള ചില ദലിത് ആദിവാസി വിരുദ്ധ സമീപനങ്ങൾക്കെതിരെ ഒരു പ്രതികരണമെന്നും കൂടിയാണ് അവർ UDFന് പിന്തുണച്ചു. JRPയെ ഒരു ഘടകകക്ഷിയായി അസോസിയേറ്റഡ് മെമ്പർഷിപ്പ് കൊടുത്ത് UDF അക്കോമഡേറ്റ് ചെയ്തു. അത്തരമൊരു പശ്ചാത്തലത്തിൽ ജാനു മുന്നിൽ നിന്ന് നടത്തിയ ഒരു സമരം, ആ സമരം ഉയർത്തിയ ഒരു പ്രശ്നം, അത് അഡ്രസ്സ് ചെയ്യാനും അതിനെ ഏറ്റെടുക്കാനുമുള്ള ധാർമ്മികമായ ഒരു പൊളിറ്റിക്കൽ മൊറാലിറ്റി UDF കാണിക്കേണ്ടതായിരുന്നു. അതുണ്ടാകുന്നില്ല എന്ന് വരുമ്പോൾ ആദിവാസികളോട് തിരിച്ച് വാക്കുപാലിക്കേണ്ടതില്ല എന്ന ഒരു രാഷ്ട്രീയ മനോഭാവം തന്നെയാണ് കേരളത്തിൻ്റെ പൊതുരാഷ്ട്രീയം തുടർന്ന് ഇപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ഗീതാനന്ദൻ ജയിലിലായി. പൊതുവെ ഇതിനെല്ലാം മൊബിലൈസ് ചെയ്തുകൊണ്ടിരുന്നതും അദ്ദേഹം കുറേ കാലമായി ആദിവാസി, ഒരു ദളിത് പശ്ചാത്തലമുള്ള ഗീതാനന്ദൻ കുറച്ചുകൂടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു മിഷണറി സ്വഭാവത്തിൽ ഇന്ന് ആദിവാസികൾക്കിടയിലാണ് കൂടുതൽ അദ്ദേഹം സമയം ചെലവഴിക്കുന്നത്. വയനാട്ടിലെ വിവിധ ഊരുകളിലെ ആദിവാസി കുട്ടികളെ തേടിപ്പിടിച്ച് അവരെ കൊണ്ടുവന്ന് സ്കൂളുകളിൽ ചേർത്ത് ഹയർ എഡ്യൂക്കേഷന് പ്രാപ്തരാക്കിയിട്ട് അവർക്ക് വേണ്ട പരിശീലനം കൊടുത്ത് അങ്ങനെ അവരെ പ്രാപ്തരാക്കുന്ന ഒരു ആദിശക്തി സമ്മർ സ്കൂൾ അദ്ദേഹം നടത്തുകയാണ് വലിയ കഷ്ടപ്പെട്ടിട്ട്. അതിനുവേണ്ടി അവർക്ക് ആഹാരം കൊടുക്കാനും അവരുടെ നിലനിൽപ്പൊക്കെ നോക്കിക്കൊണ്ടാണ് ഒരു കാര്യം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഒരേ ഒരാൾ അദ്ദേഹമാണ്. ഈ സമരത്തിൻ്റെ ഇടയിൽ പോലും പലരും ഒരുപക്ഷെ പിന്മാറുകയോ ഇട്ടേച്ചു പോവുകയോ ചെയ്യുമ്പോഴും വിട്ടുമാറാതെ ഈ കോസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. അദ്ദേഹം ഇപ്പോൾ ജയിലിലായ ഒരു സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഫണ്ടോ മറ്റു തരത്തിലുള്ള യാതൊരു സംവിധാനങ്ങളും ആദിവാസി സംഘടനകൾക്ക് അല്ലെ പൊതുവെ ദളിത് പ്രസ്ഥാനങ്ങൾക്കില്ല.
ഗീതാനന്ദൻ ഇപ്പോൾ ആദിവാസി സംഘടനകൾക്കൊപ്പം തന്നെ അദ്ദേഹം കഴിഞ്ഞൊരു 2-3 വർഷക്കാലമായി അംബേദ്കറൈറ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വിപുലമായ നെറ്റ്വർക്കുണ്ട്. കേരളത്തിലെ 10, 65, 70 ദലിത് ആദിവാസി സംഘടനകളുടെ ഒരു പൊതുവേദിയാണ്. അതിൻ്റെ സ്വാഭാവിക ജനറൽ കൺവീനർ എന്ന നിലയിൽ കൂടി അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. ഞങ്ങളൊക്കെ അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അതിനും ആ സംവിധാനങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഫണ്ടോ അത്തരമുള്ള ഇൻഫ്രാസ്ട്രക്ചറോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേസ് വരുന്നത്. ആ കേസിൻ്റെ ഒരു കാര്യം നോക്കൂ. ഒരു ഭാഗം കൊല ചെയ്യപ്പെട്ട പോലീസുകാരനായ വിനോദ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ധാരാളം മറ്റ് ആനുകൂല്യങ്ങൾ സർവീസിൽ നിന്നും കുടുംബത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേസിലും അദ്ദേഹത്തിന് 7 ലക്ഷം രൂപ ലീഗൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ വിധിയിൽ പറയുന്നു. 7 ലക്ഷം രൂപ വിനോദിന്. മറ്റൊരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനുണ്ട്, ശശിധരൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം കൊല ചെയ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം അബ്ദുൽ സലാമുണ്ട്. അതാണല്ലോ ഇപ്പോൾ ഒരു കേസ്. ഒരു അബ്ദുൽ സലാം എന്ന് പറയുന്ന ഒരു പോലീസുകാരനെ ആക്രമിച്ച ഗൂഢാലോചനയാണ് ഗീതാനന്ദൻ്റെ മേൽ ആരോപിച്ചിരിക്കുന്നത്. അങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന അബ്ദുൽ സലാമിന് മറ്റൊരു 5 ലക്ഷം രൂപയും ശശിധരന് ഒരു 3 ലക്ഷം രൂപയും ഈ വിധിയിൽ ശുപാർശ ചെയ്യുന്നുണ്ട്. എന്നാൽ ജോഗിയുടെ കുടുംബത്തിന് ഒരു നയാ പൈസ പോലും കോമ്പൻസേഷനോ സഹായമോ വാഗ്ദാനം ചെയ്യുന്നില്ല. ഇവിടെ മർദ്ദനമേറ്റ പോലീസുകാരനും ബലപാലകർക്കും ആ മർദ്ദനത്തിന് ലക്ഷങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറയുമ്പോൾ ഏകപക്ഷീയമായി നിരായുധരായ ആദിവാസികളെ സായുധരായ പോലീസ് വന്ന് വളഞ്ഞിട്ട് ആക്രമിച്ച് ഇങ്ങനെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അംഗവൈകല്യം സംഭവിച്ചവരും ഇപ്പോഴും ജീവിക്കുന്നവരുമായ ഒരു മനുഷ്യർക്ക് പോലും 1 രൂപയായിട്ട് നഷ്ടപരിഹാരം ശുപാർശ ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ ആ ഒരവസ്ഥയിലാണ്. കൂടാതെ ഇപ്പോൾ അതിൻ്റെ മുകളിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ഗീതാനന്ദൻ ഉൾപ്പെടെ ഈ 4 പേരാണ്. ഈ 4 പേരും ഓരോ വ്യക്തിക്കും പല ഒഫൻസുകളിലായിട്ട് പിഴ ചുമത്തിയിരിക്കുന്നു. ആ പിഴ അവർ കെട്ടിവെക്കണം. അത് ഒരാൾ കെട്ടിവെക്കേണ്ടത് 42,000 രൂപയാണ്. അങ്ങനെ 4 പേരും കൂടി 1,68,000 രൂപ കെട്ടിവെക്കണം. 23 വർഷക്കാലം മുമ്പേ ചോദിച്ചതുപോലെ കേസ് നടത്തി വഴിയാധാരമായി. യാതൊരു വിധമായ സാമ്പത്തികവുമില്ല. ഈ വിഷയത്തിന് ശേഷം അവർ കൂടുതൽ ദരിദ്രരായി. മുത്തങ്ങ സംഭവത്തിന് ശേഷം അതിലകപ്പെട്ട കുടുംബങ്ങൾ ഈ കേസ് നടത്തിപ്പും അതിൻ്റെ ദുരിതവും അനുഭവിച്ച് കുറച്ചുകൂടെ അവർ പട്ടിണിക്കാരായി മാറുക ചെയ്തത്. അവരുടെ കേസ് നടത്തിയതിൻ്റെ പേരിൽ ഒറ്റയ്ക്ക് നടന്ന് ജീവിതം മൊത്തം തകർന്ന് കടക്കണിയിൽ കഴിയുന്ന ഒരു മനുഷ്യനാണ് ഗീതാനന്ദൻ. അങ്ങനെയുള്ളവരുടെ മേലാണ് വീണ്ടും ഈ 40,000 രൂപ വീതം പിഴ ചുമത്തിയത്. ആ പിഴ ഇപ്പോൾ കെട്ടിവെക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇത് ഭാരിച്ചൊരു തുക. ഈ കേസ് അവരുടെ അപ്പീൽ കേരള ഹൈക്കോടതിയിൽ അപ്പീൽ സബ്മിറ്റ് ചെയ്തു. അതിന് സ്വാഭാവികമായിട്ടും വേണ്ടി വരുന്ന കോടതി ചെലവുകൾ, ഈ കെട്ടിവെക്കേണ്ടി വരുന്ന പിഴയുടെ തുക, ഇനി കേസിൻ്റെ തുടർ നടത്തിപ്പ്. ഗീതാനന്ദൻ ഒരു നിരപരാധിയായ മനുഷ്യനാണ്. സത്യത്തിൽ യാതൊരു വിധമായ എവിഡൻസും ഇല്ലാതെയാണ് ഈ കേസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ പുറത്തു വരേണ്ടതാണ്. പക്ഷേ ഈ കോടതി വ്യവഹാരങ്ങൾക്ക് ഉള്ള ഭാരിച്ച സാമ്പത്തികം ലക്ഷക്കണക്കിന് ആവശ്യമാണ്. അത് ഒരുപക്ഷെ സ്വരൂപിക്കാൻ വേണ്ടി ഇപ്പോൾ ആദിവാസി സംഘടനകൾ, ADF, ഞങ്ങളൊക്കെ തന്നെ മനുഷ്യസ്നേഹികളായ പലരോടും അപ്പീൽ ചെയ്തിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ സഹായിക്കണമെന്ന്. പക്ഷേ അല്ലാതെ കേരളത്തിൽ യഥാർത്ഥത്തിൽ സന്ദർഭത്തെ ഏറ്റെടുക്കേണ്ട ഒരുപാട് സ്ഥാപനങ്ങളും സാമൂഹ്യ പ്രസ്ഥാനങ്ങളും കേരളത്തിലുണ്ടെങ്കിലും വലിയ നിലയ്ക്കുള്ള പിന്തുണയൊന്നും അതിന് ലഭിച്ചിട്ടില്ല. ദളിത് സംഘടനകളും അതേപോലെ ആദിവാസി സംഘടനകളും അവരിൽപ്പെട്ട സാമൂഹ്യ പ്രവർത്തകരുമാണ് കൂടുതലായി ഇപ്പോൾ ഇതിന് അവരുടെ വരുമാനത്തിൽ നിന്നൊരു വിഹിതം സമാഹരിച്ചുകൊണ്ട് ഈ നടത്തിപ്പിന് വേണ്ടിയുള്ള ചെലവുകൾ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിവാസി സമരങ്ങളോട് എപ്പോഴും അങ്ങനെയാണ്. കാരണം ഈ സമരം, പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ആ നീതിക്ക് വേണ്ടി സ്വാഭാവികമായി ശബ്ദമുയർത്താനുള്ള പൗരൻ്റെ അവകാശം വാലിഡാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19, 21 ജീവിക്കാനുള്ള അവകാശം. ആ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് അവകാശങ്ങൾ വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ശബ്ദിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പ്രതിഷേധിക്കുക എന്ന് പറയുന്നത് അവകാശം നിഷേധിക്കപ്പെടുന്ന സന്ദർഭത്തിൽ പൗരൻ്റെ അവകാശമാണ്. ഭരണഘടനാ അസംബ്ലിയിൽ പോലും ഡോക്ടർ അംബേദ്കർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമിംഗ് വേളയിൽ അംബേദ്കർ പറഞ്ഞത് റൈറ്റ്സ് ഓഫർ ചെയ്തിട്ട് കാര്യമില്ല, അത് വയലേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിന് എന്താണ് റെമഡി എന്നതാണ് ഈ നിയമത്തിൻ്റെ സാധ്യതയെ ശരിക്കും പവിത്രമാക്കുന്നത്. അപ്പം റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അവരുടെ ഭൂമിക്കിടമേലുള്ള അവകാശം, വനാവകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? വനാവകാശം, ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാക്കറ്റ് ട്രൈബൽ റൈറ്റ്സ് ആക്ട് എന്നാണ്. കാരണം വനങ്ങളെ നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു പോരുന്നവരാണ് ആദിവാസികൾ. വൃക്ഷങ്ങളാണെങ്കിലും അതേപോലെ ജീവജാലങ്ങളെയാണെങ്കിലും മറ്റ് പരിസ്ഥിതിയാണെങ്കിലും സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇന്ന് നമ്മുടെ ഫോറസ്റ്റായി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാവൽക്കാരായി നിന്നൊരു ജനതയാണ് ആദിവാസികൾ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലും നമുക്കറിയാമല്ലോ, ഫോറസ്റ്റിൽ ഗാർഡുകളായിട്ട് ജോലി ചെയ്തവർ,
ഉന്നത ഉദ്യോഗസ്ഥരായി ജോലി ചെയ്തവർ ശമ്പളത്തിൻ്റെ 10 ഇരട്ടി അല്ലെ 100 ഇരട്ടി അവരെങ്ങനെയാണ് വരുമാനക്കാരായത്? കേരളത്തിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ വരുമാന സോഴ്സ് എടുത്തു നോക്കൂ. അവർ വലിയ സമ്പന്നരായി. ഒന്ന്, ഫോറസ്റ്റ് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ക്യാബിനറ്റ് റാങ്കിലുള്ള പലരും കേരളത്തിൽ പിൽക്കാലത്ത് അതിസമ്പന്നരായി മാറ്റപ്പെട്ടതാണ് നമുക്കറിയാവുന്നത്. എന്നാൽ ആ ഫോറസ്റ്റിനകത്ത് മൃഗങ്ങൾക്കൊപ്പം ജീവിച്ച ആദിവാസികൾ എങ്ങനെ പട്ടിണിക്കാരായി? ആഫ്രിക്ക ഈസ് റിച്ച് ബട്ട് ആഫ്രിക്കൻസ് ആർ പൂർ എന്നൊരു ചൊല്ലുണ്ട് ബ്ലാക്സിൻ്റെ ഇടയിൽ. ആഫ്രിക്ക സമ്പന്നമാണ്, പക്ഷേ അവിടുത്തെ ആഫ്രിക്കക്കാരനായ ഭർത്തവൻ പട്ടിണിക്കാരനാണ്. ഇതുപോലെയാണ് ഇവരുടെ ഒരവസ്ഥ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഈ സമരത്തെ പുറകോട്ടടിക്കുന്നു. അതായത് നിങ്ങൾ സമരം ചെയ്താൽ, നിങ്ങൾ അവകാശങ്ങൾ ചോദിച്ചാൽ ഇതായിരിക്കും ഫലം, ജീവനുണ്ടാവുകയില്ല, വളരെ ക്രൂരമായി നിങ്ങളെ കൈകാര്യം ചെയ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾ ശബ്ദിക്കേണ്ടതില്ല. നമ്മുടെ ജാതി വ്യവസ്ഥ ചരിത്രത്തിൽ അവകാശങ്ങൾ ചോദിച്ച മനുഷ്യരെ അയിത്തക്കാരാക്കി പണിഷ് ചെയ്തു എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അൺടച്ചബിലിറ്റി വാസ് എ സോഷ്യൽ പണിഷ്മെൻറ്റ് ബിക്കോസ് ഇന്ത്യയുടെ പൗരാണിക ബ്രാഹ്മണിക്കൽ ഹെജിമണിയെ ചോദ്യം ചെയ്തവരെ പണിഷ് ചെയ്തുകൊണ്ടാണ് അൺടച്ചബിൾ. ഇനി നീ പഠിക്കണ്ട, ആയുധം ഏന്തണ്ട, സമരം ചെയ്യണ്ട. ഈ ഒരു മനഃശാസ്ത്രം ഇവിടെയുണ്ട്. ആദിവാസികൾ അവകാശങ്ങൾ ചോദിക്കരുത്. അഥവാ അത്തരം പോരാട്ടങ്ങൾ വന്നാൽ യാതൊരുവിധമായ പരിഗണനയും ഉണ്ടാവുകയില്ല. ഇപ്പം നമുക്കറിയാം, കമ്പയർ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ തലസ്ഥാന നഗരി സാക്ഷ്യം വഹിച്ച ഒരു സമരം നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം പാറ്റ പാർട്ടിയുടെ സമരം. അപ്പോൾ കോക്രോച്ച് പാർട്ടി നടത്തിയൊരു സമരമാണ്. നമ്മുടെ മധ്യവർഗ യൂത്താണ്. അഭിജിത്തിനെ പോലെയുള്ള ഒരു അംബേദ്കറൈറ്റ് ചെറുപ്പക്കാരൻ മുമ്പിൽ നിൽക്കുന്നു. പക്ഷെ ആ സമരത്തിൽ മർദ്ദനമേറ്റ ഡൽഹിയിലെ യൂത്തിനോട്, ഇന്ത്യൻ യൂത്തിനോട് നമ്മുടെ സമൂഹം കാണിക്കുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ടുണ്ടല്ലോ, ന്യായമാണ്. ആ സപ്പോർട്ട് ഡെമോക്രസിയിൽ ആവശ്യമാണ്. പക്ഷേ ഇതേ സപ്പോർട്ട് എന്തുകൊണ്ട് മുത്തങ്ങ പോലുള്ള സമരങ്ങൾ അരങ്ങേറുമ്പോൾ അന്നും ഇന്നും ആദിവാസികൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ്. ഇപ്പം മധ്യപ്രദേശിലും മറ്റും നടക്കുന്ന ആദിവാസികളുടെ കുടിയൊഴിപ്പിക്കലിനെതിരെ നടന്ന സമരമുണ്ട്. വലിച്ചിഴച്ച് സ്ത്രീകളെ കൊണ്ടുപോകുന്നു, അമ്മമാരെ കൊണ്ടുപോകുന്നു. അത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുബോധമായി മാറുന്നില്ല. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഇവിടെ ആദിവാസികളെ മനുഷ്യരായി പരിഗണിക്കാത്ത, അവരെ ക്രിമിനലുകളായി മാത്രം ചിത്രീകരിക്കുന്ന ഭരണകൂടത്തിൻ്റെ മനോഭാവത്തിൻ്റെ പ്രശ്നവും, അതേപോലെ തന്നെ ആദിവാസികൾക്കെതിരെയുള്ള ഇത്തരം മനുഷ്യാവകാശ ലംഘനങ്ങളെ പരിഗണിക്കാത്ത നമ്മുടെ പൊതുബോധത്തിൻ്റെ, കേരളത്തിൻ്റെ അല്ലെ ഇന്ത്യയുടെ ആദിവാസി വിരുദ്ധമായ പൊതുബോധത്തിൻ്റെ പ്രശ്നവും ഒരുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത്തരം വീണ്ടും ഒരു സമരം ഉണ്ടാക്കാൻ കെൽപ്പില്ലാത്ത രീതിയിലേക്ക്, ചിന്തിക്കാൻ പാടില്ലാത്ത രീതിയിലേക്ക് ഇത്തരത്തിൽ വളരെ വന്യമായ ക്രൂവലായി അവർ ട്രീറ്റ് ചെയ്യപ്പെടുന്നു.